ഹലോ, ബാക്ക് ടു AK ചാനൽ. എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് നമ്മുടെ തളപതി വിജയണ്ണൻ്റെ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം സിനിമ കാണാൻ വേണ്ടിയാണ്. 7:45 ഷോ. സ്ക്രീൻ 1-ലാട്ടോ സിനിമ. 7:45 ഷോ. ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന സിനിമ ഇന്ന് 7:45 പത്മയിൽ കണ്ടിട്ട് കുറച്ച് മുമ്പ് വീട്ടിലെത്തിയേ ഉള്ളൂ. ഞാൻ സിനിമയുടെ റിവ്യൂവിലൊക്കെ കിടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം എനിക്കൊന്ന് ചോദിക്കാനുണ്ടായിരുന്നു. സത്യം പറഞ്ഞ ഈ സിനിമയ്ക്ക് ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന സിനിമ പേര്, ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന പേര് ഒട്ടും യോജ്യമായൊരു പേരല്ല കൊടുത്തിരിക്കുന്നത് ഡയറക്ടർ വെങ്കട് പ്രഭു. പുള്ളി ഞാൻ മങ്കാത്ത കണ്ടിട്ടുണ്ട്, പണ്ടങ്ങാണ്ട് കണ്ടിട്ടുണ്ട് ഈ സിനിമ. അതൊക്കെ വളരെ ഒരു ഡിഫറെൻ്റ് ലെവൽ പടമായിരുന്നു. പക്ഷെ അങ്ങനൊരു ഡയറക്ടറിൽ നിന്ന് ഇങ്ങനത്തെ ഒരു സിനിമ എടുക്കുന്നത് വളരെ വിരസതമാണ്. ചുരുക്കി പറഞ്ഞാൽ വളരെ എന്താ പറയുക, എനിക്കും സിനിമ എങ്ങനെയുണ്ടോ ചോദിച്ചാൽ തളപതി വിജയ് ഈസ് ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം. പുള്ളി ആസ് യൂഷ്വൽ എല്ലാ സിനിമയിലും പുള്ളിയുടെ റോള് നന്നായി ചെയ്ത പോലെ ഇതും നന്നായി ചെയ്തിട്ടുണ്ട്. പക്ഷേ സിനിമ ഒട്ടും എനിക്കത്ര തൃപ്തികരമായിരുന്നില്ല. ഒരു എബോ ആവറേജ് ഫീല് മാത്രമേ തോന്നിയുള്ളൂ സിനിമ. ഒരു തിയേറ്ററിൽ വേണമെങ്കിൽ ഒരു പ്രാവശ്യം പോയി കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു പടം മാത്രമാണ്. അത്രേ ഉള്ളൂ ഗോട്ട് എന്ന് പറഞ്ഞ സിനിമ. സിനിമയുടെ ഫസ്റ്റ് ഹാഫ് എടുത്ത് പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഹാഫ് വളരെ ഒട്ടും ലാഗ് അടിപ്പിക്കാത്ത രീതിയിൽ ഫസ്റ്റ് ഹാഫ് രീതിയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ കുറച്ചൊക്കെ ഈ ഫാമിലി സീൻസൊക്കെ ചിലയിടത്ത് ഒരു വളിപ്പൊക്കെ ഫീൽ ചെയ്തു. പിന്നെ ഇൻ്റർവെൽ നൈസായിരുന്നു. പിന്നെ സെക്കൻഡ് ഹാഫ് എടുത്ത് പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഹാഫ് വെച്ച് നോക്കുമ്പോൾ സെക്കൻഡ് ഹാഫ് കുറച്ചങ്ങ് പലയിടത്തും ഒരു ഡൗൺ ആയ പോലെ തോന്നി എനിക്ക്. ഒരു പവർ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരാളൊന്നും കിട്ടുന്നില്ല. പിന്നെ ക്ലൈമാക്സ് എടുത്ത് പറയുകയാണെങ്കിൽ ക്ലൈമാക്സ് ആയിരുന്നു ഈ സിനിമയിൽ എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ടത്. കാരണം ക്ലൈമാക്സ് ഫൈറ്റ് അല്ല, ക്ലൈമാക്സിൽ കുറേ അൺഎക്സ്പെക്റ്റഡ് ആയ കുറച്ച് ട്വിസ്റ്റ് കാര്യങ്ങളുണ്ട്. അത് ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ തിയേറ്ററിൽ പോയി കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ചില അൺഎക്സ്പെക്റ്റഡ് ക്യാമും പിന്നെ കുറച്ച് ട്വിസ്റ്റൊക്കെ ഉണ്ട് ഈ പടത്തിൽ. അത് ചിലതൊക്കെ നമുക്കൊരു ഇമ്പാക്റ്റ് തന്നെങ്കിലും ചിലത് നമുക്കൊരു ഒട്ടും ഇമ്പാക്റ്റ് തന്നിട്ടില്ല. പിന്നെ തളപതി വിജയണ്ണൻ അദ്ദേഹം എന്നും എപ്പോഴും ഒരു അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. തളപതി ഇളയ തളപതി രണ്ടുപേരും നന്നായി കാര്യം ചെയ്തിട്ടുണ്ട്. സിനിമയിൽ പിന്നെ നെഗറ്റീവായുള്ള മെയിൻ കാര്യം എന്ന് വെച്ചാൽ സിനിമയുടെ കഥ നമ്മൾ നമ്മൾ ട്രെയിലർ കണ്ടപ്പോൾ തോന്നിയത് തന്നെയായിരുന്നു സിനിമയുടെ സ്റ്റോറി ഏതാണ്ട്. പക്ഷെ കുറച്ച് നമ്മൾ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്ത സംഭവം ഉണ്ടായിരുന്നു പടത്തിൽ. എന്നാൽ മൊത്തത്തിൽ നമുക്കൊരു ഇമ്പാക്റ്റ് തന്നില്ല. അതാണ് ഈ സിനിമയ്ക്ക് പറ്റിയ ഒരു വീഴ്ച. പിന്നെ ഈ സിനിമയിൽ യുവൻ്റെ മ്യൂസിക് അനിരുദ്ധ ചെയ്തിരുന്നെങ്കിൽ ഇതിലും ബെസ്റ്റ് ആയിരുന്നു. അല്ലെ അനിരുദ്ധ റഹ്മാനൊക്കെയാണ് ഈ മ്യൂസിക് കൊടുത്തിരുന്നെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഇത് നമ്മൾ പ്രതീക്ഷ പറഞ്ഞു യുവൻ്റെ BGM മ്യൂസിക് ഒന്നും തൃപ്തികരാകാൻ പറ്റിയിട്ടില്ല. ഒട്ടും തൃപ്തികരമല്ല. മ്യൂസിക്കൊക്കെ ഒന്നും ഗുണമില്ല. ആകെ ചിന്ന കങ്കളുന്ന പാട്ട് മാത്രമേ ഉള്ളൂ. പക്ഷേ ഓരോ നമ്മൾ വിജയുടെ പടം മാത്രമല്ല പല സിനിമകളിൽ ഓരോ മ്യൂസിക്കൊക്കെ കറക്റ്റായിട്ട് പ്ലേസ്മെൻറ്റ് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇത് സാധാ ഫുള്ള് വിജയപടത്തിൻ്റെ റെഫറൻസാണ് ഈ സിനിമ മുഴുവൻ. ഈ വിജയപടത്തിൻ്റെ റെഫറൻസാണ് ഇത്. കറക്റ്റായിട്ടല്ല ഒരു സോങ്ങും ഒരു സ്ഥലത്തും പ്ലേസ് ചെയ്ത് വെച്ചേക്കണം. അതന്നെ ഒരു നെഗറ്റീവായിട്ട് തോന്നിയിട്ടുണ്ട്. ഇനി സിനിമയുടെ ഇൻ്റർവെൽ കൊള്ളായിരുന്നു. ഒരു ട്വിസ്റ്റ് കാര്യമായിട്ടാണ് ഞാൻ പറയുന്നില്ല. പിന്നെ സിനിമയിൽ ആക്ഷൻ രംഗങ്ങൾ ഒട്ടും തിരക്കേടില്ലാത്ത രീതിയിൽ എടുപ്പിച്ചു. എന്നാലൊരു അത്ര നമ്മൾ ലിയോയിൽ കണ്ടിട്ടുള്ള പല ഫൈറ്റ് സീക്വൻസിനും ഒരു കൈയടിക്കാനൊരു ഓളമുണ്ടായിരുന്നു. പക്ഷേ ഈ സിനിമയിൽ അതത്ര സൃഷ്ടിക്കാൻ പറ്റിയില്ല ഇമ്പാക്റ്റ് ഇതിൽ.
എന്ന് വെച്ചാൽ ഞാനിത് ലിയോട്ട് കമ്പയർ ആണെങ്കിൽ ഈ സിനിമ നിങ്ങൾക്ക് ഒരിക്കലും പിടിക്കില്ല. ഇത് ഞാനൊരു തീരെ പ്രതീക്ഷിക്കാതെ പോയി കണ്ടതാണ്. എന്നാലും എനിക്ക് ജസ്റ്റ് വൺ ടൈം വാച്ചബിളായിട്ടാണ് തോന്നിയത് ഈ പടം മൊത്തത്തിൽ. പിന്നെ വേറെ എന്താ പറയാനാ, പിന്നെ തളപതി വിജയല്ലാതെ വേറെ പലരും, പ്രഭുദേവ, പിന്നെ പ്രശാന്ത് പിന്നെ വേറെ കുറേ പേരും അത്ര ആ സിനിമയിൽ അഭിനയിച്ച പലരും അത്യാവശ്യം റോള് മോശമാക്കായിട്ട് ചെയ്തിട്ടുണ്ട്. പ്രഭുദേവയും പ്രശാന്തും അത്യാവശ്യം നല്ലൊരു രീതിയിൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഏറ്റവും പറയേണ്ടത് തളപതി വിജയൻ. രണ്ടുപേരുടെ റോള്, ആ ഡബിൾ റോള് ചെയ്ത രണ്ടുപേരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ സിനിമ മൊത്തത്തിൽ എനിക്കൊരു മിക്സഡ് ഫീലാണ് തോന്നിയത്. എന്നുവെച്ചാൽ എന്താ, നല്ലതെന്ന് അത്ര പറയാൻ പറ്റില്ല, മോശമാണെന്നും അത്ര പറയാൻ പറ്റില്ല. ജസ്റ്റ് ഒരു ആവറേജ് ആവറേജ് ഒരു വൺ ടൈം വാച്ചബിൾ ഫിലിം. അത്ര ഒന്ന് കണ്ടിരിക്കുക. നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ വേണമെങ്കിൽ പോയി ഇത് തിയേറ്ററിൽ പോയി കാണാവുന്ന പടം മാത്രമാണ്. പിന്നെ വെങ്കട് പ്രഭുവിൻ്റെ ഡയറക്ഷനിൽ പുള്ളി ഇൻ്റർവ്യൂവിനൊക്കെ ഭയങ്കര കോൺഫിഡൻ്റാണ്. പക്ഷെ എനിക്ക് എന്തോ ഡൗട്ട് അടിച്ചത്, ഓവർ കോൺഫിഡൻ്റ് ആയിട്ടാണ്. അത് തന്നെയാണ് ഇപ്പോൾ സിനിമ കണ്ടപ്പോൾ എനിക്ക് ഏതാണ്ട് തോന്നിയത്. പുള്ളി കാണിച്ചത് ഇത്തിരി ഓവർ കോൺഫിഡൻസ് ആയിപ്പോയി. കാരണം സ്ക്രിപ്റ്റും അത്ര തൃപ്തികരമായിരുന്നില്ല, നല്ല വിലക്കുറവ് തോന്നിയിട്ടുണ്ട്. പിന്നെ ഒരു മാസ് കൊമേഴ്ഷ്യൽ എൻ്റർടൈനർ രീതിയിൽ ഈ സിനിമ ഇറക്കിയതനുസരിച്ച് പക്ഷെ അത് നമുക്ക് ആർക്കും അത്രയൊരു ഇമ്പാക്റ്റ് തരാൻ പറ്റിയിട്ടില്ല. അതാണ് ഈ സിനിമയിലെ മെയിൻ എടുത്ത് പറയുന്നത്. പിന്നെ ലെങ്ത്ത് എന്തിനാ വെറുതെ ഈ 3 മണിക്കൂറിന് കൂടുതൽ വെച്ചത്? ഒരാവശ്യമില്ലായിരുന്നു, ഒരു കാര്യമില്ലാതെ 3 മണിക്കൂർ എടുത്ത് വെക്കുകയും ചെയ്തു. ഇപ്പോൾ ഭയങ്കര ലെങ്ത്തായി പോയി ഡ്യൂറേഷൻ. ആ ഡ്യൂറേഷൻ മിനിമം 2.5 മണിക്കൂറിന് അത്ര ട്രിം ചെയ്ത് വെക്കാമെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം അത്രയ്ക്കൊക്കെ ഉള്ളൂ ഈ സിനിമ. അപ്പോൾ അത്രേ ഉള്ളൂ. ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന സിനിമ എനിക്കൊരു എബവ് ആവറേജ് വൺ ടൈം വാച്ചബിളായിട്ട് തോന്നിയുള്ളൂ. കാരണം ഞാൻ ഒരുപാട് എക്സ്പെക്റ്റേഷൻ കൊടുക്കാതെ കയറിയത് കൊണ്ടായിരിക്കും ചിലപ്പോൾ എനിക്കിതൊരു ഓക്കെ ഫീലൊക്കെ തോന്നിയത്. പക്ഷെ ബാക്കിയുള്ളവർക്ക് ഇതൊരിക്കലും അത്ര ഇഷ്ടപ്പെടണമെന്നില്ല. ഇറ്റ്സ് നോട്ട് ആൻ എവരിവൺസ് കപ്പ് ഓഫ് ടീ. ബട്ട് തളപതി വിജയ് ഇസ് ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എപ്പോഴും. സോ അത്രേ ഉള്ളൂ. ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന സിനിമയ്ക്ക് ഞാൻ കൊടുക്കുന്ന റേറ്റിംഗ് 5ൽ 3.5 പിന്നെ ഞാൻ ഈ റിവ്യൂ ഇടുന്നത് കണ്ടിട്ട് ചിലയിടത്ത് സിനിമയ്ക്ക് നെഗറ്റീവ് റെസ്പോൺസ് കിട്ടുന്നത് വെച്ചാൽ ഞാനിത് പോസിറ്റീവായിട്ട് അടിച്ചിട്ടുണ്ടെന്ന് ഞാൻ ഇങ്ങോട്ട് ചോദിക്കാൻ നിൽക്കരുത്. ഞാൻ എൻ്റെ ഒരു ജെന്യുവൻ അഭിപ്രായം പറഞ്ഞു. ഇത് ഞാൻ ഒട്ടും പോസിറ്റീവായിട്ട് പറഞ്ഞിട്ടില്ല, ഒട്ടും നെഗറ്റീവായിട്ട് പറഞ്ഞിട്ടില്ല. രണ്ടിൻ്റെ ഇടയിലൊരു ഫീലാണ് ഈ സിനിമ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. പോസിറ്റീവായിട്ട് പറയാനുള്ളത്, നെഗറ്റീവായിട്ട് പറയാനുള്ളതുണ്ട്. പിന്നെ ഈ ഡയറക്ടർ ഈ സിനിമ ഇൻ്റർവ്യൂവിൽ വന്നിരുന്ന വിഷ്വൽസൊക്കെ നല്ല രീതിയിൽ എടുത്ത് വെച്ചിട്ടുണ്ടെന്ന്. പക്ഷേ ഈ സിനിമയിൽ വിഷ്വൽസിനെ കുറിച്ച് പറയാൻ മാത്രം നമുക്കൊന്നുമില്ല പറയാൻ. അതാണ് വേറെ സംഭവം. കുറച്ചുകൂടി ബെറ്റർ ആക്കണമായിരുന്നു ഈ പടം. വുഡ് ബി ഹാവ് മോർ ബെറ്റർ. അപ്പോൾ അത്രേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ സിനിമ കണ്ടവരാണെങ്കിൽ താഴെ കമൻറ്റ് രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോ കാണാം. അതുവരയ്ക്കും സുലാൻ.